നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് VKR മോഹൻ. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം AK ആന്റണി എന്ന ആദർശധീരൻ്റെതാണ്. കാരണം ആദർശധീരൻ്റെ കുപ്പായം ഇടുകയും ആ ആദർശങ്ങൾ എത്രമാത്രം പാലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതും ഒരു ക്ലീൻ ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ മാത്രം നോക്കുകയും പാർട്ടിയുടെ ബലമോ ബലക്കേടോ നോക്കാതെ ആരെങ്കിലും പരാജയപ്പെട്ടാൽ ഓടി ഒളിക്കുന്ന AK ആന്റണിയെയും പരാജിതനായി 5 പൈസ പോലും ഇല്ല, ബഡ്ജറ്റ് ഖജനാവിലില്ല എന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടും കേരളത്തിനെ നാണം കെടുത്തിയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് മോഹൻ സാറിന് പറയാനുള്ളത്? ഈ AK ആന്റണി KPCC പ്രസിഡൻ്റായ സമയത്ത് ഒരു വാർത്ത വന്നു. ഇങ്ങനെയാണ് വന്നത്: ആ ഏപ്രിൽ ഫൂൾ ദിനത്തിൽ AK ആന്റണി KPCC പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പക്ഷേ AK ആന്റണി KPCC പ്രസിഡൻ്റായത് എല്ലാവരും ഫൂളാക്കാൻ വേണ്ടിയാണെന്നുള്ളത് പിന്നെ കാലാകാലങ്ങളിലാണ്. ഒന്നിനോട് കൂറില്ല, എന്നാൽ എല്ലാം ഞാൻ മൂലമാണ് നടക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള AK ആന്റണിയുടെ കഴിവ്, അതിനുള്ള ചെപ്പടി വിദ്യകൾ, ഞാൻ ആദർശവാനാണെന്ന് കാണിക്കാനുള്ള ചെപ്പടി വിദ്യ, അങ്ങനെയുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ചില അക്കാഡമിക് ചർച്ചകളിൽ കൃത്യമായിട്ട് പറയാറുണ്ട്, ഇമേജ് ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്ന രാഷ്ട്രീയക്കാരെല്ലാം സമൂഹത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിന് നാശമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആന്റണി കോൺഗ്രസിൻ്റെ എല്ലാ ശക്തികളെയും ഉപയോഗിക്കുന്നതിന് ആന്റണിയുടെ മസിൽ പവർ, അല്ലെങ്കിൽ ആന്റണിക്ക് വേണ്ട ആന്റണി ചുവരെഴുതാനും ആന്റണിയുടെ പേര് മുദ്രാവാക്യം വിളിക്കാനും ആ പ്രവർത്തകരെ ഉണ്ടാക്കി കൊടുത്തയാൾ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി പണ്ടേ മുഖ്യമന്ത്രിയാക്കേണ്ട അന്നത്തെ ഒരു മുദ്രാവാക്യമുണ്ട് സാറേ, AK ആന്റണി, ഉമ്മൻചാണ്ടി, കടന്തപ്പള്ളി സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട്. അവർ ആ 3 പേരുടെ പേരാണ് നമ്മൾ അന്ന് KSUവിൻ്റെ കാലത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നത്. AK ആന്റണി, ഉമ്മൻചാണ്ടി, കടന്നപ്പള്ളി, പിന്നെ സുധീരനും PM സുധീരനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോയി. പക്ഷെ ഇതിൽ ആന്റണി KPCC പ്രസിഡന്റ് ആയത് തന്നെ ഒരു വളഞ്ഞ വഴിയുണ്ട്. അതിപ്പോൾ അത്ര വിശദീകരിച്ച് പറയാനൊക്കെ സമയമില്ല. KPCC പ്രസിഡന്റ് ആയതിനു ശേഷം പിന്നെ ആന്റണി ആ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി എല്ലാ വൃത്തികളും ചെയ്തു. ആന്റണിയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഏറ്റവും സജീവമായി രൂപപ്പെടുത്തുന്നതിൽ മുൻനിരയിൽ നിന്നാണ്. MA ജോണിനെ പോലുള്ള പുറത്താക്കാനാണ് ആന്റണി നോക്കിയത്. വീണ്ടും ഉണ്ട് ആന്റണിയുടെ കാര്യങ്ങൾ. ആന്റണി ഏറ്റവും കൂടുതൽ പേരെടുത്തപ്പോഴാണ് പഞ്ചസാര കുംഭകോണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പഞ്ചസാര ഇടപാടിൽ പഞ്ചസാര ഇറക്കുമതി കയറ്റുമതി വിഭാഗം, നമ്മുടെ പാമൂരിൽ കുംഭകോണം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇറക്കുമതി കുംഭകോണത്തിൽ കൈക്കൂലി അല്ലെ അഴിമതി നടന്നിരിക്കുന്നു എന്ന ആരോപണം ഉണ്ടായപ്പോൾ, ഏതാനും പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ AK ആന്റണി രാജിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ അതിനെ പ്രതിരോധിക്കാനോ അതിന് തൻ്റെ ഇമേജ് മാത്രമാണ് അവിടെ നോക്കിയത്. അവിടെ ആന്റണിയുടെ ഇമേജ് നോക്കിയതേ ഇല്ല. അവിടെ പാർട്ടി പിന്നെ പ്രതിക്കൂട്ടിലായി. അതിനേക്കാൾ വലിയ ആരോപണങ്ങൾ പിന്നീട് ആന്റണി മന്ത്രിയായപ്പോൾ അതിനേക്കാൾ വലിയ ഡിഫൻസ് രംഗത്ത് റാഫേൽ ഡീലിലും ഒക്കെ പല ആരോപണങ്ങൾ വന്നപ്പോൾ ആന്റണി രാജിവെച്ചില്ലെന്നേ. ഈ ചൈനയുടെ പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ചൈന എത്ര കൊണ്ടുപോയാലും മൗനം പാലിച്ചിരുന്ന ഒരു കോൺഗ്രസിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള പ്രതിരോധ മന്ത്രിയായിരുന്നു AK ആന്റണി. ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം രാജീവ് ഗാന്ധി വന്ന് കോൺഗ്രസിലേക്ക് സോണിയാഗാന്ധിയുടെ കയ്യിലേക്ക് അധികാരം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്കും സോണിയാഗാന്ധിക്കൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ നേതാക്കന്മാരുമായിട്ട് സോണിയാഗാന്ധിക്ക് അത്ര വലിയ ബന്ധമില്ല, നല്ല നേതാക്കന്മാർ മാത്രമല്ല സോണിയാഗാന്ധിയെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള പേടി പോലും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും കഴിവ് കുറഞ്ഞ കുറേ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ചേർത്താണ് പിന്നെ ഹൈക്കമാൻഡ് ഉണ്ടാക്കുന്നത്. ആ ഹൈക്കമാൻഡ് അത് മൻമോഹൻ സിംഗിനാണ് പ്രധാനമന്ത്രിയാക്കുന്നത്. കാരണം മൻമോഹൻ സിംഗ് ഒരിക്കലും സോണിയാഗാന്ധിക്ക് വെല്ലുവിളിയാകില്ല. എന്നിട്ട് പറയുകയും ചെയ്യും, ഇപ്പൊ മല്ലികാർജുൻ ഖാർഗെ വന്നതും അങ്ങനെ തന്നെയാണ് സാറേ. കാരണം പറയുന്ന പേപ്പറുകളിൽ കൃത്യമായി ഒപ്പിടുന്ന ആൾക്കാരെ മുന്നേ കൊണ്ടുവരിക, കഴിവുള്ളവരെ മുന്നേ കൊണ്ടുവരാതിരിക്കുക. ഇങ്ങനെയല്ലേ സാറേ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്? അതൊരു പിണറായി വിജയൻ സ്റ്റൈല് അവിടെ എടുത്തു വേണം പറയാം. ഇത് അങ്ങനെ വന്ന് ആന്റണി അങ്ങനെ കീഴ് പിടിച്ച് എവിടെയായി വർക്കിംഗ് കമ്മിറ്റിയിലെത്തി. യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായം പ്രകടിപ്പിക്കാത്ത ആന്റണി വർക്കിംഗ് കമ്മിറ്റിയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ഏറ്റവും സ്വാധീനമുള്ള നേതാവായി. ഇദ്ദേഹം ചുമതല വഹിച്ച ഓരോ സ്റ്റേറ്റിലും കോൺഗ്രസ് ഇല്ലാതായി. ഇതിനകത്തെ ചുമതല ഏൽപ്പിച്ചുവിട്ട് എല്ലാ സ്റ്റേറ്റുകളും നശിപ്പിച്ച് ഒറ്റ സ്റ്റേറ്റും രക്ഷപ്പെട്ടില്ല. കേരളത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആദ്യകാല KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരത്തിൻ്റെ പശ്ചാത്തലമായി വളർന്നു വന്ന കുറേ കോൺഗ്രസ് പ്രവർത്തകരെ, കുറേ 10, 70, 80 വയസ്സായവർ താഴെത്തട്ടിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ മാത്രമല്ല, കരുണാകരൻ അതിനകത്തൊരു പങ്കുണ്ട്. ആരോഗ്യകരമായ ഒരു ഗ്രൂപ്പ് മത്സരം ഇവിടെ ഉണ്ടായിരുന്നു സാർ. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ആരോഗ്യകരമായിരുന്നു. അവർ തമ്മിൽ ചർച്ച നടത്തും. കരുണാകരനും ആന്റണിയും തമ്മിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി കഴിവുള്ളവരെ കൊണ്ടുവന്നിരുന്നു.
ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ചന്ദ്രശേഖര മോഹൻലാൽ തുടങ്ങിയവർ, പിന്നീട് കരുണാകരനെ, മൂപ്പനാർ തുടങ്ങിയവർ, മറിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ കാലവും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കഴിവട്ടവർ മതി വർക്കിംഗ് കമ്മിറ്റിയിൽ. പേടിയാ, അഹമ്മദ് പട്ടേൽ മതി. ഗുജറാത്ത് തകർത്ത് ഒറ്റ സീറ്റ് കിട്ടാത്ത അവസ്ഥയിലാക്കി ഗുജറാത്ത് ഇതിനെ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഈ തകർച്ച വരുത്തി ഇതില്ലാതാക്കുക. ആ സിറ്റുവേഷൻ മാറണമെങ്കിൽ എങ്ങനെ സാധിക്കണമായിരുന്നു? ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എടുക്കുക. കേരളത്തിലെ ജയത്തിൽ ആന്റണിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ചില സമയത്ത് ചില നല്ല നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്, പ്രചരണപരമായ മുദ്രാവാക്യങ്ങൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് സംഘടനാ പ്രവർത്തനത്തിൽ ആന്റണിയുണ്ടോ? ഒരു സെക്കൻഡ്, നേരിട്ടറിയാവുന്ന ഒരു കാര്യം കൂടെ പറയാം. AK ആന്റണി ആരാണ് എന്നറിയണമെങ്കിൽ ഒറ്റ കാര്യമുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജ് ആന്റണി അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവിടുത്തെ സുഹൃത്തുക്കൾ പറയുന്നതാണ്, അവിടെ SFIക്കാരുടെ തല്ലുകൊള്ളാതെ ഒരു ദിവസം കോളേജിൻ്റെ അകത്തോട് പോകാൻ പറ്റില്ല കേസുകാർ പിള്ളേർക്ക്. ഇത് അവസാനിപ്പിക്കാനായിട്ട് അവിടുത്തെ DCC ഭാരവാഹി ഒരു നിർദ്ദേശം വെച്ചു. ആദ്യത്തെ ദിവസം കേസുകാർ പിള്ളേർ തല്ലുകൊള്ളുകയാണെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് പുറത്തുനിന്നുള്ള കേസുകാർ ചെല്ലുക. ഉറപ്പായിട്ടും അവർ മേടിക്കടി. മറ്റു കോളേജിലെ പിള്ളേരെ കേസുകാരെ കൊണ്ടടിക്കുക. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാർ വരിക, അത് കഴിഞ്ഞ് കോൺഗ്രസ്സുകാർ വരും. ഇതെല്ലാം അടിമടിച്ച് ഓടുകയുള്ളൂ. വേറെ ഒന്നും അവിടെ എറണാകുളത്തൊന്നും ചെയ്യാനില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കരുത്തിന് മുമ്പിൽ കൈക്കരുത്തിന് മുമ്പിൽ ഓടും. SFI അല്ല, പാർട്ടിയിൽ തന്നെ കൂട്ടിക്കും. പാർട്ടി പുറകിൽ തന്നെ പൂർണ്ണമായിട്ടും ആ കോളേജ് പല മുറികളിലും ആയുധശേഖരം ഉണ്ടെന്ന് പരസ്യമായിട്ട് റിപ്പോർട്ട് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു DCC ഭാരവാഹി ഒരു നിർദ്ദേശം വെച്ചു, ഒരു കാര്യം ഇപ്പോൾ ഇത് ലാസ്റ്റ് അടി മാക്സിമം കൊണ്ടു കഴിഞ്ഞിട്ട് ജനങ്ങൾ മുഴുവൻ ബോധ്യപ്പെട്ടുകൊണ്ട് ഗുണ്ടായിസാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ശ്രീ AK ആന്റണി മഹാരാജാസ് കോളേജിലേക്ക് വരികയും, പിള്ളേരുടെ ഞാൻ പഠിച്ച കോളേജാണിവിടെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മുതലാക്കുന്ന പിള്ളേരെ ഇവിടെ അടിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുകൊണ്ട് തോർത്ത് പിടിച്ച് മഹാരാജാസ് കോളേജിൻ്റെ അകത്തോ അതിൻ്റെ പുറത്തോ സുഭാഷ് പാർക്കിൻ്റെ ഇപ്പുറമോ ഒരു സത്യാഗ്രഹത്തിന് തയ്യാറായാൽ ആന്റണി പ്രതിരോധ മന്ത്രിയുടെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്ന സമയമാണ്. സെറ്റ് കാറ്റഗറി സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന ആളാണ്. മീഡിയ ഭയങ്കരമായിട്ട് കവർ ചെയ്യും. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന അപ്പോൾ ആന്റണി ഒരു സത്യാഗ്രഹത്തിന് തയ്യാറായാൽ അവിടെ ആ പ്രശ്നം തീരുമാനമായിരുന്നു. അയ്യോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടിയില്ല എന്നാണ് ആ പ്രവർത്തകരെ നിരാശപ്പെടുത്തി വിടുക. ഇത് ഇപ്പോൾ പോലും ആലോചിക്കുക, പയ്യന്നൂർ തല്ലുന്നു, അവിടെ എല്ലാവരും പരാജയപ്പെടുമ്പോൾ ആന്റണിക്ക് ചെല്ലാം, അങ്ങോട്ട് ആന്റണിക്ക് ചെല്ലാമെന്നേ അപ്പോൾ പറയും എൻ്റെ ആരോഗ്യം സമ്മതിക്കുന്നില്ല. പക്ഷേ പാർട്ടിയുടെ കാര്യത്തിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരും. അന്ന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പാഞ്ഞു വന്നത് അതിലേക്ക് വരുന്നത്. ആഗ്രഹമില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഏത് തരത്തിൽ മുഖ്യമന്ത്രിയായാൽ പോലും ഒരു ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലല്ലാതെ തന്നെ മുഖ്യമന്ത്രിയായാൽ പോലും കുഴപ്പമില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ആളാണ് ആന്റണി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കരുണാകരനും എതിരായി ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, KM മാണി, ബാലകൃഷ്ണപിള്ള, അതുപോലെ ബാലകൃഷ്ണപിള്ളയില്ല, ഈ 3 പേര് ഒറ്റക്കെട്ടായി നിന്ന് കരുണാകരനെ പുറത്താക്കുകയും, കാരണം മുസ്ലിം ലീഗിന് UDF രാഷ്ട്രീയത്തിലെ കേന്ദ്ര നേതാക്കന്മാരുടെ അടുത്തേറ്റ സ്വാധീനമുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് സ്വീകാര്യൻ. അന്ന് കരുണാകരൻ്റെ കൂടെ നിന്നത് NDPയും അതുതന്നെ MBRും TM ജേക്കബുമായിരുന്നു. ഇത് ആ സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ അടുത്ത മുഖ്യമന്ത്രിയുള്ള രീതിയിൽ ധാരണ എത്തി എല്ലാ കോൺഗ്രസിൻ്റെ A ഗ്രൂപ്പ് നേതാക്കന്മാരെല്ലാവരും ആഹ്ലാദിച്ച് നടക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി പയ്യന്നൂർ ആ ഭാഗത്ത് അങ്ങോട്ട് ഒരു പദയാത്ര, പയ്യന്നൂർ തന്നെ തോന്നുന്നത്, പദയാത്രയ്ക്ക് പോകുന്നു, കോൺഗ്രസിൻ്റെ പദയാത്ര. ഉമ്മൻചാണ്ടി താഴെത്തട്ടിലെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാമാന്യം ആ പദയാത്രക്കിടയ്ക്ക് തന്നെ നേതാവാക്കിക്കൊണ്ടുള്ള ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരും എന്ന് ഉമ്മൻചാണ്ടി പ്രതീക്ഷിച്ചിരുന്നു. ഉമ്മൻചാണ്ടി ജാഥ നയിച്ച് വരികയാണ്. അപ്പോൾ പുള്ളിയുടെ ചെയ്യൂല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളാണ് അടുത്ത മുഖ്യമന്ത്രി. ഇപ്പം അറിയിപ്പോരും, ഇപ്പം യാതയിൽ നിന്ന് എപ്പം വേണം ഇത് വണ്ടി വിട്ട് പോകും എന്നുള്ള ധാരണ നിൽക്കുമ്പോഴാണ് അറിയിപ്പ് വരുന്നത്. നരസിംഹറാവു തീരുമാനിച്ചിരിക്കുന്നു AK ആന്റണിയെ മുഖ്യമന്ത്രി. ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ അത്രയ്ക്ക് മാത്രം പെട്ടെന്ന് ഇടിവെട്ടി പോലെ ഒരു ഏതാനും മിനിറ്റുകൾ നേരത്തേക്ക് അനങ്ങാൻ മേലാതെ ആ റോഡിൻ്റെ നടുക്ക് നിന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പറ്റം ലീഡർഷിപ്പാണ് ഇന്നും കോൺഗ്രസിനെ നയിക്കുന്നത്. ഹൈക്കമാൻഡ് എന്നുള്ള സാധനം ഇത്തരാണ്. പക്ഷേ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ, അപ്പം നമ്മൾ പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ ചൈനയിലൊക്കെ വിദേശ രാജ്യങ്ങളോടുള്ള നിലപാടുകളൊക്കെ വളരെ മോശമായി. അന്ന് എന്തൊരു അഴിമതി അത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അത് നമുക്ക് കഴിയും. അത് കഴിഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്ത് പോവാം. കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരുമ്പോൾ 2 തട്ടിപ്പ് കാണിച്ചു. ആദർശവാനാണെന്ന് കാണിക്കണം എന്നുള്ള പഞ്ചായത്ത് കുംഭകോണത്തിൻ്റെ ആ സമയം, അതുപോലെ തന്നെ വേറൊരു അഭ്യാസം കൂടെ കാണിച്ചു. വിദ്യാഭ്യാസ സമരം നടത്തി സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ പരിപാടിക്കെതിരായിട്ട് KSUവിനെ സമരം നടത്താൻ വന്ന നേതാവ് ആന്റണിയായിരുന്നു. അത്രയ്ക്ക് തീവ്രമായൊരു സമരം ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ നടത്തിയിട്ടില്ല, ഒരു കാര്യത്തിലും നടത്തിയിട്ടില്ല, SFI നടത്തിയിട്ടില്ല, ആരും നടത്തിയിട്ടില്ല. പക്ഷേ ആ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഫലമെടുത്ത AK ആന്റണി
തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് പോകാറാകുന്നതിന് മുമ്പ് ഒരു പരിപാടി കൊണ്ടുവന്നു. സ്വാശ്രയ സമരം എന്ന് പറഞ്ഞാൽ കൂത്തുപറമ്പ് വെടിവെപ്പൊക്കെ ഉണ്ടാക്കിയ സമരമാണ്. ആന്റണി എടുത്ത തീരുമാനം 2 സ്വാശ്രയ കോളേജിന് പെർമിഷൻ കൊടുക്കുമ്പോൾ 50-100 സീറ്റ് മെറിറ്റിൽ കൊടുക്കണം സർക്കാർ കോളേജ്. 50-50 ആയിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞാൽ 2 സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് എന്നുള്ള പോളിസിയും തിയറിയും വെച്ച് അക്സെപ്റ്റ് ചെയ്ത് വിദ്യാഭ്യാസ നയമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ആന്റണി ഡൽഹിക്ക് വണ്ടി കയറി പിറ്റേ ദിവസം വന്ന ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും മാണിയും കൂടെ അത് അട്ടിമറിച്ചല്ല. ഇത് സാറേ ഇത് ഇവർക്കെല്ലാം പെർമിഷൻ കൊടുത്തത് വാക്കാൽ മാത്രമാണ് കൊടുത്തത്. ഇവർക്ക് പെർമിഷൻ രേഖയില്ല. 50 കൊടുക്കാന്ന് രേഖയില്ല. പിന്നെ കേസ് പറയേണ്ടി വന്നില്ലേ? അവസാനം മുഴുവൻ സീറ്റ് ആർക്കായി? ഈ സംസ്ഥാനത്തെ നശിപ്പിക്കുന്നതിനകത്ത് ഒന്നാം തരം പങ്ക് വഹിച്ച ആളാണ് ആന്റണി. അതാണ് ആന്റണി. സാറേ അടുത്ത ഒരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ചാരായ നിരോധനം നടത്തിയത് കൊണ്ട് ഈ രാജ്യത്ത് നേട്ടമാണ് സാറേ. 220 രൂപയും കൊണ്ടിരുന്ന് അന്ന് 50 രൂപ കൂലിയുള്ള ഒരുത്തൻ 10 രൂപ കൊണ്ട് പോയാൽ അവന് പിന്നെ 2 പട്ടയൊക്കെ അടിച്ച് ഒരു പൊട്ടയും കഴിച്ചാൽ വീട്ടിൽ വരാമായിരുന്നു. അവൻ്റെ ബഡ്ജറ്റ് മൊത്തം തെറ്റിച്ച് പിന്നെ ഇത് മുഴുവൻ പിന്നെ ഇവർക്ക് എഴുതി കൊടുത്തില്ലേ സാർ? പിന്നെ ആർക്ക് വേണം സാറേ ചാരായം? ഇന്ന് നിരോധിക്കൊന്നും വേണ്ട. ആരും ചാരായം കുടിക്കാൻ പോയാൽ ബാറിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഇപ്പം ബിവറേജസ് കോർപ്പറേഷൻ ഇപ്പം നഷ്ടത്തിലാണ്. കാരണം ഇവർ ഇത്ര എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാനില്ല. അത് മുഴുവൻ പാർട്ടി സഹാക്കളാണ്. പാർട്ടിക്ക് കിട്ടുന്നുണ്ട്. അതെ. ഇപ്പം ഈ രീതിയിൽ ഈ രാജ്യത്തിനെ എങ്ങനെല്ലാം മുച്ചൂട് പിടിക്കാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഖജനാവിൽ 5 പൈസ ഇല്ല എന്ന് വളരെ ദയനീയമായി പറയുന്ന ഏക്കാനൻ്റെ ചിത്രം അന്ന് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അവരുടെ മനസ്സിലാണ്ട് മുറുക്കി കൊടുക്കണം. അതായിരുന്നു ആന്റണിയുടെ സ്ഥിരം പല്ലവി. മുണ്ട് മുറുക്കി കൊടുക്കണം. ഗരീബി ഘടാവ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് കേന്ദ്ര നേതൃത്വത്തെ ആന്റണിയുടെ വിജയം, രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തെ, പ്രത്യേകിച്ചും രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയും കൂടെ അധികാരത്തിലേക്ക് വന്നപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ കരുണാകരനെ എതിരെയാക്കുന്നതിൽ ആന്റണി വിജയിച്ചു. കരുണാകരനെ പ്രവേശനം നിഷേധിക്കുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പാതിരാത്രിക്ക് വരെ ടോം വടക്കനെ പോലുള്ളവർക്ക് കയറി നടക്കാൻ പറ്റുന്നൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ടാക്കി. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ അടിവേരിളകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. പിന്നെ അത് തിരിച്ചു പിടിക്കുകയത്. പക്ഷെ ഒരു കരുണാകരൻ എപ്പോഴും കൂടെ നടക്കുന്നവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന ആളായിരുന്നു. അതേസമയം AK ആന്റണി ഒരിക്കലും തൻ്റെ വ്യക്തിത്വത്തിനപ്പുറം തന്നെ കൂടെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തില്ല. അദ്ദേഹത്തിന് കൂലിക്ക് എഴുതിക്കൊണ്ടിരുന്ന ആളിനെ വരും ഒടുവിൽ മൈൻഡ് ചെയ്യാതെ ഒരു സീറ്റ് പോലും കൊടുക്കാതെ അവർ CPM പോകേണ്ടി വന്നു. ചെറിയ ഫിലിപ്പ് പോകേണ്ടി വന്നില്ല. പിന്നെ രണ്ടാമത് ചെറിയ ഫിലിപ്പ് വന്നിട്ടുണ്ട്. അതിനർത്ഥം ആന്റണി മത്സരിക്കാൻ ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് ആന്റണി ഇത്തവണ മുഖ്യമന്ത്രിയാൻ റെഡിയായിട്ട് വരുമെന്നാണ്. അതുകൂടെ കണക്കൂട്ടിക്കോ. ഇപ്പോൾ പറയുന്നു ഇവർ തമ്മിൽ തങ്ങും. സതീശനും KC വേണുഗോപാലും രമേശും സുധീരനും സുധാകരനും അടൂർ പ്രകാശും ഒക്കെ അടിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ തർക്കം തീരുന്നത് വരെ 6 മാസത്തേക്കെങ്കിലും ആരെങ്കിലും പറയും ചെറിയാമ്പള്ളി പറയും ആന്റണി ആകട്ടെ എന്ന് പറയും. സോണിയാഗാന്ധി അത് അംഗീകരിക്കും. അതിനുള്ള സാധ്യത നിങ്ങൾ തള്ളിക്കളയണ്ട. AK ആന്റണിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കണ്ടിരിക്കുക. സോണിയാഗാന്ധി അവിടെ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. സോണിയാഗാന്ധി സജീവമായിട്ട് കുറച്ച് നാളത്തേക്ക് മാറി നിന്നതുകൊണ്ട് മാത്രമാണ് KV തോമസിന് ഇവിടം വിട്ട് പോകേണ്ടി വന്നത്, കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നത്. അങ്ങനത്തെ കടപ്പാടുകളും ബന്ധങ്ങളും ഈ പാർട്ടികൾക്കുണ്ട്. പക്ഷേ ഒരു ഗുരുതുല്യനായി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആള് പരാജയപ്പെട്ടു എന്നറിയുന്നതിന് അടുത്ത ദിവസം രാവിലെ ഒരു വലിയ ഗ്രൂപ്പുമായിട്ട് ഇടതുമുന്നണിയിലേക്ക് ഓടിക്കേറിയ ആളല്ലേ ഇദ്ദേഹം. അദ്ദേഹത്തിന് കടമയില്ലായിരുന്നോ? ആ 5 വർഷം ഈ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെ പുകഴ്ത്തി നടന്ന AK ആന്റണി അടുത്ത ദിവസം ഇടതുപക്ഷ ചേരിയിൽ ചെന്നിട്ട് അടിയന്തരാവസ്ഥ കുറ്റം പറയുന്ന ആളായി മാറുകയായിരുന്നു. എപ്പോൾ എവിടെയായിരുന്നു ഈ ആദർശം ഇവിടെ നമ്മുടെ മുന്നേ കാണിച്ചിരിക്കുന്നത്? അല്ല, അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഇവിടെ കേരളത്തിലാരും ഒന്നും ചെയ്തിട്ടില്ല. ഏക്കാൻ്റെ ഗോവയിൽ അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഇവിടെ സംസാരിക്കാനുണ്ടായിരുന്നത് RSSകാരും കോൺഗ്രസ്. അല്ല, എല്ലാം കഴിഞ്ഞ് ഈ ഭരണം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ഈ തെറ്റായിപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 25 വർഷം കഴിഞ്ഞ് തെറ്റ് വരുന്നല്ലേ. CPM 25 വർഷം. അതുപോലെ ആന്റണി എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തെറ്റ് തീർക്കുന്നത്. അതാണ് AK ആന്റണി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആദിവാസികളെ തല്ലിച്ചതച്ച കേസിൽ മുത്തങ്ങയിൽ അത് ആദിവാസികളോട് ചർച്ച നടത്തുകയും അവർക്ക് അവകാശപ്പെട്ടത് എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്യേണ്ട ആള് ഇവിടുന്ന് പോലീസിനെ അഴിച്ചുവിട്ട് തേർവാഴ്ച നടത്തിയില്ലേ സാർ? അന്ന് നമ്മൾ TV-ക്കകത്ത് കാണുന്നതല്ല, അന്ന് ദൂരദർശൻ മാത്രമാണത്. ഇപ്പോഴത്തെ CK ജാനുവിൻ്റെ ഈ കവിള് ഇങ്ങനെ വീർത്തിരിക്കുന്നത് പോലീസുകാർ അടിച്ച് പദം വരുത്തി കളഞ്ഞവരെ. അവരൊരു പോക്കറ്റടിക്കാരിയെ പോലെ ആ ആദിവാസികൾക്ക് വേണ്ടി വാദിച്ച ആ സ്ത്രീ ഒരു പോക്കറ്റടിക്കാരിയെ പോലെ ചാനലിന്റെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ചിത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് സാറേ. CK ജാനു UDFന്റെ പാർട്ടായി കേട്ടോ. ഇപ്പൊ CK ജാനു അപ്പൊ അവിടെ പ്രസംഗിക്കാൻ ഇനി AK ആന്റണി തന്നെ വരണം, അവിടെ ചെല്ലണം, എന്നാലേ ശരിയാവുള്ളൂ. പിന്നെ ഒരു സംഭവം കൂടെ പറഞ്ഞാൽ ഞാൻ നമുക്കിട്ടങ്ങ് അവസാനിപ്പിക്കാം. എത്ര വലിയവനാണെങ്കിലും അല്പത്തരമുണ്ട്.
ഞാനായിരിക്കണം പ്രമാണി എന്നുള്ള ധാരണയുള്ള ഒരാളാണ് ആൻ്റണി. അതിൻ്റെ ഞാൻ ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. ഇതും തെളിവെന്ന് വെച്ചാൽ ഞാൻ കണ്ടു, ഞാനല്ല പലരും കണ്ടതാണ്. ഷാനിമോൾ ഉസ്മാൻ ബൈ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയം, അന്ന് പി.ടി. തോമസ് ഉണ്ട്, എം ലീജുണ്ട്, ഒത്തിരി പേരോടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് അന്ന് ഒരു 2-3 കാറിൽ വെള്ള യൂണിഫോമും പാൻറ്റും ഒക്കെ ധരിച്ച കുറേ പാർട്ടികൾ കടന്നു വരുന്നു. ഡൽഹിയിൽ നിന്നുള്ളവരാണ് അവരൊക്കെ. ഷാനിമോൾ ഉസ്മാൻ്റെ അന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ ഡീറ്റെയിൽസ് വേണം. നോക്കി കുറേ വന്നു. അപ്പോൾ രമ്യ ഹരിദാസിൻ്റെ 2 പരിപാടിയുണ്ട്. ആ രമ്യ ഹരിദാസിനെ ആ പരിപാടിയിൽ നിന്ന് മാറ്റണം. രമ്യ ഹരിദാസിനെ മാറ്റണം എന്ന് പറഞ്ഞ് പിന്നെയാണ് അതിൻ്റെ കഥ അറിയുന്നത്. ആ യോഗത്തിൽ AK ആൻ്റണിയെ കൂടെ വെച്ചിട്ട് പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്, സംസാരിക്കാനായിട്ട്. അപ്പോൾ ആൻ്റണിക്കറിയാം ആൻ്റണിയും രമ്യ ഹരിദാസും കൂടെ ഒരു സ്റ്റേജിൽ തന്നാൽ കൈയ്യടി കിട്ടുന്ന രമ്യ ഹരിദാസിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആൻ്റണിക്കുണ്ട്. അപ്പോൾ തൻ്റെ ക്ലൗട്ട്, തൻ്റെ പ്രാധാന്യം കുറയും. അതുകൊണ്ട് രമ്യ ഹരിദാസിനെ ഒഴിവാക്കാനായിട്ട് ആൻ്റണിയല്ല പറഞ്ഞു. ആൻ്റണി പറഞ്ഞില്ല ആൻ്റണിക്ക് അതിനകത്ത് പങ്കുമില്ലെന്ന് പറയും. പക്ഷേ ആൻ്റണിക്ക് വേണ്ടി അവിടെ സംസാരിക്കാൻ വന്നവർ അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പറയും. അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. ഇത് ഞാൻ റിസർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ KPCC പ്രസിഡന്റ് പദത്തിലേക്കുള്ള മത്സരത്തിൽ ദയനീയമായിട്ട് വയലാർ പരാജയപ്പെടുന്ന പലരും കരഞ്ഞു നിൽക്കുന്ന ഒരു AK ആൻ്റണിയുടെ ചിത്രം സാറിൻ്റെ മനസ്സിലുണ്ടോ? ദയനീയമായി ഇപ്പം ജയിക്കുമെന്ന് വിചാരിച്ച് മത്സരിച്ചാണ്. എല്ലാ ചെറുപ്പക്കാരും എൻ്റെ കൂടെയാണ്, ഞാനങ്ങ് ജയിക്കാൻ പോവുകയാണ്, കരുണാകരൻ്റെ അവസാനമാണെന്നുള്ള രീതിയിൽ തന്നെ പ്രചരണം നടത്തി അവസാനം മൂക്കുത്തി താഴെ വീണു. കരുണാകരനാണല്ലോ അന്ന് പിന്തുണച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന അടിയായിട്ട് ഇത് സ്വീകരിക്കുമെന്ന് കരുതിയിട്ട് ദയനീയമായിട്ട് പരാജയപ്പെട്ട് തുന്നം പാടിയ ആളാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോയിന്റുകളൊക്കെയാണ്. പഞ്ചസാര കുംഭകോണത്തിൽ പുള്ളി കാണിച്ച ഒരു സ്വന്തം പേര് മാത്രം നിലനിർത്തുന്ന, പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു നിലപാട്. പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഏറ്റവും ദുർബലനായ പ്രതിരോധ മന്ത്രിയായിരുന്ന കാര്യം, ആദിവാസികളെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയായിരുന്ന കാര്യം. അപ്പം അതുപോലെ തന്നെ നമുക്ക് പറയാനൊക്കെ ഈ ചാരായ നിരോധനത്തിലൂടെ ഈ മുഴുവൻ ചെറിയ സാധാരണക്കാരായ മദ്യപിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വലിയ ഒരു കൂലി കൊടുക്കുന്നതിൻ്റെ പകുതിയും മുക്കാലും കൊടുത്ത് മദ്യപിക്കേണ്ടി വരുന്ന ഇന്നത്തെ അവസ്ഥ ഉണ്ടായത്. അതേപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷനിലേക്ക് എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ ഉണ്ടാക്കുകയും അതിലേക്ക് ധാരാളമായി എംപ്ലോയീസ് ഉണ്ടാകുകയും അവർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കാനും ഇന്നത്തെ ഈ മദ്യപാനികൾ ബാധ്യസ്ഥനാക്കിയതിനും പുള്ളി കാരണക്കാരനാണ്. ഇതുപോലെ തന്നെ അപ്പോൾ അതുപോലെ തന്നെ AK ആൻ്റണി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓടി ഒളിച്ചു. അന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, സാർ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അന്തോണി ചെറുക്കനെ ആൻ്റണിയാക്കിയ ഇന്ദിരാഗാന്ധി സിന്ദാബാദ് എന്നായിരുന്നു. അപ്പോൾ അന്തോണി ചെറുക്കനായിരുന്ന ആളിനെ പിടിച്ച് കൊണ്ടുവന്ന ഏറ്റവും നല്ല ഒരു നേതാവാക്കി മുന്നേ കൊണ്ടുവന്നിട്ട് ആ നേതാവിന് പാരപണിതിട്ടാണ് പുറത്തു വന്നത് സാറേ. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലേ? കോൺഗ്രസ്സുകാർ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഞാനീ പറഞ്ഞത് എഴുതി വെച്ചു. തർക്കം മൂത്താൽ, ഇവിടെയുള്ള നേതാക്കന്മാരെന്നുള്ള തർക്കം മൂത്താൽ കോംപ്രമൈസ് കാൻഡിഡേറ്റായിട്ട് സോണിയാഗാന്ധി സജസ്റ്റ് ചെയ്യാൻ പോകുന്ന പേര് AK ആൻ്റണിയുടെ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഈ AK ആൻ്റണിയെ കുറിച്ച് പറയാനുള്ളത്. ആന്റണി ജനാധിപത്യം പറഞ്ഞ ആന്റണി ഇവിടുത്തെ നിയമസഭാ കക്ഷി യോഗം കൂടാതെ ഹൈക്കമാൻഡ് അടിച്ചേൽപ്പിച്ച മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങോട്ട് വന്നത്. നിയമസഭാ കക്ഷി കൂടിയതിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമായിരുന്നു. അതെ, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ആള് ഇവിടുത്തെ MLA-മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇവിടുത്തെ MLA-മാർക്കുള്ളതായിരുന്നിട്ട് അതൊന്നും കേൾക്കാതെ ഹൈക്കമാൻഡിന്റെ ലെറ്ററുമായിട്ട് പുള്ളി വിമാനം ചാർട്ട് ചെയ്ത് വരികയാണ്. ആ വിമാനം ചാർട്ട് ചെയ്തതിന്റെ പൈസ ആരാ എഴുതിയത്? സർക്കാരിന്റെ പേരിൽ എഴുതി വെച്ചു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടില്ല. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആകാതിരുന്ന സമയത്ത് ചാർട്ട് ചെയ്ത് വന്ന ഫ്ലൈറ്റിന്റെ പൈസ സർക്കാരിന് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പ്രശ്നം ഉണ്ടായി. അത് കൂടുതൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ CPM-നെ ആരും എതിർക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു പരിധി വിട്ട് എതിർക്കുന്ന കണ്ടിട്ടുണ്ടോ? എതിർക്കുകയല്ല, അതിനൊക്കെ കാരണങ്ങളുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പോയി EMS-നെ പോയി കണ്ട് ഒന്ന് സമാധാനിപ്പിച്ചു വെക്കും. അടി കൂടുതൽ കിട്ടാതെ വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ. അതായത് പുള്ളിയുടെ സ്വന്തം പേര് നിലനിർത്താൻ വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒന്നാമത് നമുക്കറിയാമല്ലോ, സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ കഴിയാത്ത ആളാണ്. നമ്മൾ പറയുന്നത് ശരിയല്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ആൻ്റണി ഒരു നല്ല പെയിൻറ്ററായിട്ടാണ്. പെയിൻറ്റിങ് വിറ്റ്, സ്വന്തം പെയിൻറ്റിങ് വിറ്റ് കാശുണ്ടാക്കുന്ന 2 രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഒന്ന് മമതാ ബാനർജിയും ഒന്ന് എലിസബത്ത് ആൻ്റണിയും. ഈ എലിസബത്ത് ആൻ്റണി നല്ല പെയിൻറ്ററാണ്. ഇവരുടെ പെയിൻറ്റിങ്ങൊക്കെ കോടിക്കണക്കിന് രൂപയ്ക്ക് ലേലത്തിൽ പോവുകയാണ്. സർക്കാരല്ലേ സാർ എടുക്കുന്നത്? ലേലത്തിൽ പിടിക്കുന്ന എയർ ഇന്ത്യയും അതുപോലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്, സർക്കാർ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇത് ലേലത്തിൽ. എലിസബത്ത് ആൻ്റണിയുടെ ഇത് പിടിക്കുന്നത്. മറിച്ച് മമത പബ്ലിക് ലേലമാണ്, ഓപ്ഷനാണ്. BJP-ക്കാർ ഉൾപ്പെടെ പലരും മമതയ്ക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. പ്രഗതി മൈതാനിൽ കൽക്കട്ടയിലെ മൈതാനത്ത്
മമത പൊതുയോഗം വിളിച്ചു. നിങ്ങൾ പറയുന്ന ആളിൻ്റെ പടം ഞാൻ വരച്ചു തരാമെന്ന് ക്യാൻവാസ് സ്റ്റേജിൽ തൂക്കി 2 or 3 പടം അവിടെ വെച്ച് റെഡിയായിട്ട് മമത വരച്ച് കാണിച്ചു കൊടുത്തു. ഞാൻ തന്നെയാണ് വരയ്ക്കുന്നത്, എലിസബത്തിനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, ഈ പടം പോലും മറ്റുള്ളവരെ കൊണ്ട് വരപ്പിക്കുന്നതാണ് എന്നറിഞ്ഞിരിക്കുക. അതാണ് ഇപ്പം ഇതാണ് ഈ ഒരു ആദർശധീരനാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ പടം അങ്ങനെ കോടിക്കണക്കിന് രൂപ പുള്ളി അദ്ദേഹം ഭരണത്തിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വിൽപ്പന നടത്തുന്നത് പുള്ളി തടയേണ്ടതാണ്. അല്ല, അത് തടഞ്ഞില്ല. അല്ലല്ലോ, ഒറിജിനലായിട്ട് വരച്ച പടം ലാലം ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്ന്. ഇത് അങ്ങനെ അവർ വരയ്ക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആരോപണം. അവര് അതെ. അപ്പോൾ ഇതൊക്കെ കൃത്യമായി സ്വന്തം ഭാര്യയുടെ കഴിവ് എന്തുമാത്രം ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ആന്റണി അവിടെ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ്? മകൻ ചാടിപ്പോയത് BJP-യിലേക്കാണ്. ഈ കേന്ദ്ര പദത്തിലേക്ക് ഇരിക്കുന്ന ഇപ്പം ഇരിക്കുന്ന മന്ത്രിപദത്തിലൊക്കെ ഇരിക്കുന്ന ആളുടെ മകൻ ചാടിപ്പോയത് BJP-യിലേക്കാണ്. അപ്പോൾ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത, പ്രാപ്തിയില്ലാത്ത, ഈ ആദർശത്തിന്റെ കുപ്പായം മാത്രം അണിഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച ഒരു നേതാവാണ് AK ആന്റണി എന്ന് ഈ ചർച്ചയിലൂടെ ഞങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ആ വിഷയം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ AK ആന്റണിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തും. അടുത്ത ചർച്ചയിൽ ഞങ്ങൾക്കത് വീണ്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ തെറ്റാണെങ്കിൽ ഞങ്ങൾ തിരുത്തി തരും. അടുത്തൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.